ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ മധുശ്രീയും ബോസും കൂടെ ശാലിനിയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണേ. മരണം ഉറപ്പാക്കുന്നത് വരെ ഒടുക്കത്തെ ചടങ്ങായിരിക്കും. ഒരു ചെറു വിരല് പിഴച്ച 10 വിരലും അരിഞ്ഞു വീഴുന്നൊരവസ്ഥ. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഓരോ കടമ്പയും കടക്കാൻ. ബോസ് പറയും, എടി ഇവിടെ പറയാവുന്ന പ്രയോഗം മറ്റൊന്നാണ്. ഈ MA മലയാളം എടുത്തു നിൽക്കുന്നവനെ ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കേണ്ടല്ലോ. അവരത് ഉചിതം പോലെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. വിഷ്ണുവിന്റെ പേരിൽ നമ്മൾ നടത്തിയത് സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ ശാലിനിക്ക് വേണ്ടി നടത്താൻ പോകുന്നത് കൂട്ട വെടിക്കെട്ട്. അതിലവള് തീരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ ഒരു ബൈക്കില് ഒരു ആളങ്ങോട്ട് വരികയാണ്. അയാളെ കാണുമ്പോ മധുശ്രീക്കും താനാ മോർച്ചറിയിലെ ജീവനക്കാരനല്ലേ, താനതാ ഇവിടെ. അപ്പൊ അയാള് വന്നിട്ട് വയ്ക്കും, എന്റെ ജോലി പോവോ? മധുശ്രീക്കും അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പൊ അയാള് പറയും, ആ കളക്ടർ മേഡം വന്നിരുന്നു, മരിച്ച പെൺകുട്ടിയുടെ ബോഡിയെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ തന്നെ രണ്ടുപേരുടെ ഉള്ളിലും ഒരു ഞെട്ടലുണ്ട്. മധുശ്രീക്കും എന്നിട്ട് താൻ അവളോട് പറഞ്ഞോ? ഇല്ല, എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളെ കുറിച്ചൊക്കെ എടുത്തെടുത്ത് ചോദിച്ചു. എവിടെ പോയി ഒളിച്ചാലും പുറകെ ഉണ്ടാകുന്നും പറഞ്ഞു. അപ്പൊ ബോസ് പറയും, എടി ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ആയുസ് അവള് തന്നെ എടുത്ത് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരാം. ഇനിയും അവളെ സഹിക്കണോ? മരണം ഉറപ്പാക്കാൻ വേണ്ടത് 2 മിനിറ്റാ. പക്ഷെ അത് ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫാണ്. അങ്ങനെയൊക്കെ മധുശ്രീയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ആളോടേക്കും, നീ എന്തെങ്കിലും വിടുവായത്തരം വിളിച്ചു പറഞ്ഞോ? അയാൾ പറയും, ഞാൻ അവിടെ ഇവിടെയും തൊടാതെ മറുപടി പറഞ്ഞു. അതെങ്ങനെയാന്ന് വെച്ചാ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. അതായത് അവിടെ നടന്ന സംഭവം ഇയാള് ശാലിനിയോട് പറയണേ. അതായത് ഇയാൾ മോർച്ചറിയില് ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോ ശാലിനി അങ്ങോട്ട് വരികയാണ്. ശാലിനിയെ കാണുമ്പോ തന്നെ അയാൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി അടുത്ത് വന്നിട്ട് വയ്ക്കും, ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. വേണ്ട മേഡം, എന്താ ആവശ്യം മാത്രം പറഞ്ഞാൽ മതി. ശാലിനി പറയും, ഞങ്ങൾ വന്നത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട പ്രിയ എന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയാനാ. അപ്പൊ തന്നെ അയാൾ ആകെ ഞെട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ശാലിനി പറയും, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഒരു കളക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് വരണമെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം കാണുന്നു നിങ്ങൾക്ക് ഊഹിക്കാലോ. അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായൊരു മറുപടി കിട്ടണം. എന്താ പ്രിയയുടെ ബോഡിക്ക് സംഭവിച്ചത്? അപ്പൊ അയാൾ പറയും, അത് പിന്നെ ഞാൻ ഈ കാര്യത്തില് നിരപരാധിയാണ് മാഡം. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, എനിക്ക് ഈ കാര്യത്തില് ഒരു പങ്കുമില്ല. ശാലിനി പറയും, നിങ്ങളിപ്പോഴും കാര്യം എന്താണെന്ന് പറയുന്നില്ല. അയാൾ പറയും, 1-2 പേര് ഇവിടെ വന്നിരുന്നു, ആക്സിഡന്റിൽ മരണപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയുടെ ബോഡി ഉണ്ടോന്ന് ചോദിച്ച്. അപ്പൊ തന്നെ ശാലിനിക്കും, ഇവിടെ എന്താ അങ്ങനെ ബോഡി കൊടുക്കുന്ന ഏർപ്പാട് വല്ലതും ഉണ്ടോ? അയാൾ പറയും, അയ്യോ അങ്ങനെയൊന്നുമില്ല മാഡം, ഇത് ഈ പെൺകുട്ടിയുടെ ബോഡി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെ വന്നവരാണ്. അപ്പൊ ശാലിനിക്കും അത് ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ശാലിനിക്കും ഈ കണ്ട പോലീസുകാരനാണെന്ന് തോന്നുമായിരുന്നു. അപ്പൊ അയാൾ പറയും, ഒരാൾക്ക് കുറച്ച് പൊക്കമുണ്ട്, പക്ഷെ പോലീസ് അല്ല. അപ്പൊ ശാലിനി പറയും, ഈ കൂടെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണോ? അപ്പൊ തന്നെ അയാളെ തല താഴ്ത്തും. ശാലിനി പറയും, എന്താ ചോദിച്ചു കേട്ടില്ലേ, കൂടെ ഉള്ളത് ലേഡിയാണോന്ന്? അപ്പൊ അയാൾ പറയും, അത് പിന്നെ ആണോന്ന് ചോദിച്ചാ. അപ്പോഴേക്ക് രാമേട്ടൻ പറയട്ടോ, ഒരു ജില്ലയിലെ മുഴുവൻ പോലീസിനെയും ചൊൽപ്പടിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാളാ ഈ നിന്ന് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞാലേ തൂക്കിയെടുത്ത് ലോക്കപ്പിലിടാൻ മേഡം ഒരു വാക്ക് പറഞ്ഞാൽ. അപ്പൊ അയാൾ പറയും, അയ്യോ അതെനിക്കറിയാം. ശാലിനി പറയും, എങ്കിൽ പറ, കൂടെ വന്നത് ലേഡിയാണോ? അപ്പൊ അയാൾ പറയും, അതെ. അപ്പൊ ശാലിനിക്ക് അത് ആരൊക്കെയാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ശരി, അവരെന്തൊക്കെയാ ആവശ്യപ്പെട്ടത്? അത് മാഡം, പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡി അവർക്ക് വേണമെന്നാ പറഞ്ഞത്. എന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി അവരത് കൊണ്ടുപോവുകയും ചെയ്തു. ശാലിനിക്കും, എന്നിട്ട് താനെന്തായത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത്? അയാൾ പറയും, മാഡം, ജീവനിൽ ആർക്കാ കൊതിയില്ലാത്തത്? എന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നു പറയുന്നവർക്കെതിരെ ഞാൻ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ചെയ്യാ? അപ്പൊ ശാലിനിക്കും, ശരി, ഇനി അവരെ കണ്ട താൻ തിരിച്ചറിയും. അയാൾ പറയും, ഓർമ്മ കിട്ടുന്നില്ല. ശാലിനി പറയും, ശരി, ഇനി അവര് വരികയാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം, ജില്ലാ കളക്ടറായി പറയുന്നത്. അപ്പൊ അയാള് ശരി മാഡം എന്ന് പറയുമ്പോ ശാലിനിക്ക് ഒരു കോള് വരിക. അങ്ങനെ ശാലിനി ഫോണിൽ സംസാരിക്കും. അപ്പോ രാമേട്ടൻ അയാളോട് പറയും, പറഞ്ഞത് മനസ്സിലായോ? അവര് വന്നാൽ ഫോട്ടോ എടുത്ത് അയച്ചു തരണം, ഈ നമ്പർ നോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കണേ. ശാലിനി എപ്പോഴും മറ്റേ ഫോണിലാണേ. അങ്ങനെ അയാൾ പറയും, എനിക്കൊരു അബദ്ധം ഉണ്ടാവരുത്. രാമേട്ടൻ പറയും, ഒന്നും ഉണ്ടാവില്ല, കളക്ടറല്ലേ കൂടെയുള്ളത്, താൻ ധൈര്യമായിട്ടിരിക്കും. എങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് ബോസിനോടും മജിസ്ട്രേറ്റും പറയണേ. അവര് CBI ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ മാറി മാറി ചോദിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വന്നാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ മജിസ്ട്രേറ്റ് പറയും, ചിറ്റപ്പാ, ഇവന്റെ ഈ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി? ബോസ് പറയും, പോലീസിന്റെ കയ്യിൽ പല വഴികളും ഉണ്ട്, പക്ഷെ അതൊന്നും ഇവൻ താങ്ങത്തില്ല, അയാൾക്ക് നല്ല പേടിയുണ്ട്. ബോസ് പറയും, ഞങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിനക്കും ഗുണമാണ് ഞങ്ങൾക്കും ഗുണമാണ്. അതല്ല കുരുത്തേക്കേട് പരിപാടിയായിട്ട് ഇടംകോല് വെക്കാനാണ് പരിപാടിയെങ്കില് നിന്റെ കണങ്കാല് ഞാൻ തല്ലിയൊടിക്കും, മറ്റേ കാല് വെട്ടി ഞാൻ ദൂരെ കളയും, പിന്നെ നീ ഞൊണ്ടിയെ നടക്കും. അയാള് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. സാറേ ഞാൻ. ബോസ് പറയും, എടി കൊച്ചേ, ഇവനെ ആ സത്യവാങ്മൂലം ഒന്ന് വെടിപ്പായിട്ട് ചൊല്ലിക്കൊടുക്ക്, ഇവന് ദഹിക്കുമെന്ന് നോക്കട്ടെ, ദഹിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിവന് ദഹിക്കാനുള്ള നാട്ടുമരുന്ന് പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ മജിസ്ട്രേറ്റും കളക്ടറും കൂട്ടരും ചോദിച്ചില്ലേ, ആ ബോഡി കൊണ്ടുപോയവരെ നിനക്ക് എപ്പ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമെന്ന്? കണ്ട തിരിച്ചറിയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത്. മജിസ്ട്രേറ്റ് പറയും, ഞാൻ കുറച്ച് ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പോവാ, അത് നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ക്യാഷ് ഉണ്ടെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബോഡി കൊണ്ടുപോയവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ തിരിച്ചറിയാൻ പറ്റുമെന്ന്? അപ്പൊ അയാൾ പറയും, അതില്ല, മുഖം ഓർമ്മയില്ലെന്ന് പറയും. ബോസ് പറയും, അപ്പൊ കാര്യങ്ങൾ നിനക്കറിയാം
അയാൾ പറയും ജീവിക്കണ്ടേ സാറേ. ബോസ് പറയും ജീവിക്കാം, പക്ഷെ കാശ് വാങ്ങിച്ചിട്ട് ചതിക്കാൻ നോക്കിയാ അറിയാലോ എന്നെ പിന്നാമ്പുറം നോക്കി പിച്ചാത്തി എറിയും ഞാൻ. അവൾ ഇനിയും വരും, അപ്പൊ ഞങ്ങളെ കുറിച്ച്. അപ്പൊ അയാൾ പറയും ഓർമ്മയില്ല. ബോസ് പറയും അതേ പറയാവോ, വിട്ടോ. ശരി സാറേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ബോസ് പറയും പിന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ക്യാഷ് അക്കൗണ്ടിൽ വന്നിരിക്കും അല്ലേടി. മധുശ്രീ പറയും പിന്നെ അല്ലാതെ. അങ്ങനെ അയാൾ അവിടുന്ന് പോവാണേ. അയാൾ പോയി കഴിഞ്ഞാ ബോസ് പറയും എത്രയും പെട്ടെന്ന് കാർത്തികയെ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിലാണ്. ശാലിനിയുടെ അടുത്ത് അനുപല്ലവി വന്നിട്ട് പറയാണ് മാഡം ചില നീക്കുപോക്കുകൾ മോർച്ചറിക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശാലിനി പറയും അയാളിൽ ഒരു കള്ളലക്ഷണം എനിക്ക് സ്പോട്ടിൽ തോന്നിയിരുന്നു, അതുകൊണ്ട് തന്നെയാ സ്പൈ വർക്ക് വേണ്ടി വരുന്നേ ഞാൻ പറഞ്ഞത്. ആ മാഡം പറഞ്ഞതുപോലെ തന്നെ അയാൾ പ്രവർത്തിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അയാൾ പോയത് മധുശ്രീയെ കാണാനാ. അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ നിർത്തിയ ആൾക്ക് തെളിവ് സഹിതം ഇൻഫോം ചെയ്തു. ശാലിനി പറയും ഇപ്പൊ എല്ലാം വ്യക്തമായില്ലേ, മധുശ്രീയും ചന്ദ്രബോസും കൂടിയാ ആ പെൺകൊച്ചിന്റെ ബോഡി മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോയത്. അത് പാലത്തിനടിയിൽ വെച്ച് കത്തിച്ചു കളഞ്ഞതും അവരുടെ അറിവോട് കൂടി തന്നെയായിരിക്കും. പല്ലവി പറയും എങ്കിൽ മോർച്ചറിയിലെ ജീവനക്കാരൻ പറഞ്ഞത് പച്ച കള്ളമാണ്, അയാളുടെ സമ്മതത്തോടു കൂടി തന്നെയാ ബോഡി ആയിരുന്നു കൊണ്ടുപോയത്. ശാലിനി പറയും അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ, അയാളൊരു വെള്ളം കുടി കേസാ, ക്യാഷും കുപ്പിയൊക്കെ ഉണ്ടെങ്കിലേ അയാൾ എന്തും ചെയ്യും. പല്ലവി പറയും കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും റൂട്ടിലൂടെ തന്നെയാണല്ലോ മാഡം. ശാലിനി പറയും അവരുടെ ലക്ഷ്യം വിഷ്ണുവേട്ടനെ അകത്താക്കുക, ജീവിതകാലം മുഴുവനും ജയിലിനകത്തിടുക. അവർ രണ്ടുപേരും കൂടെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോ നമ്മൾ വിഷ്ണുവേട്ടനെ എങ്ങനെ അവരുടെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്നു നോക്കുന്നു. ചന്ദ്രബോസ് കളിക്കുന്നത് അധികാരത്തിന്റെ ബലത്തിൽ, അതുപോയാൽ പിന്നെ അയാളില്ല. അല്ല ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാരെ പിന്നീട് ഒരു പരാതിയായിട്ട് വന്നില്ലല്ലോ, അതിനെ കുറിച്ചൊന്ന് തിരക്കായിരുന്നോ? ചന്ദ്രബോസിനൊന്ന് പൂട്ടാനായിട്ട് ആ കേസ് നമുക്ക് കുത്തിപ്പൊക്കാനായ തൽക്കാലം അയാളൊന്ന് അടങ്ങിയനെ. ഒരു ചെറിയ തട, ആനകൾക്ക് പാപ്പാന്മാരെ തോട്ടി വെക്കില്ലേ, അതുപോലെ ഒരു തോട്ടി ചന്ദ്രബോസിന് വെച്ച ആ കേസ് ഒരു വഴിയാവുമായിരുന്നു. അപ്പോ പല്ലവി പറയും അത് ഞാൻ തിരക്കി, ആ കേസ് തണുത്ത മട്ടാണ്, ഒന്നിനും ആരോടും പരാതി ഇല്ലാത്ത മട്ടിലാ ആ അച്ഛന്റെ ഇപ്പോഴത്തെ സംസാരം. ഇവിടെ വന്നപ്പോ ഉണ്ടായിരുന്ന ആ സങ്കടവും ഇല്ല. ശാലിനി പറയും എങ്കിലും ഒരു സംശയവും വേണ്ട, ഒന്നെങ്കിൽ ചന്ദ്രബോസിന്റെ ഭീഷണിയില് ആ അച്ഛൻ വീണു, അല്ലെങ്കിൽ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. അല്ല ആ പെൺകുട്ടിക്ക് സഹോദരിമാരെങ്കിലും ഉണ്ട്. പല്ലവി പറയും ആ രണ്ടുപേരും കൂടെ ഉണ്ട്. ശാലിനി പറയും എങ്കില് ഒന്നാം തരം നല്ല ഭീഷണി അവിടെ ചെന്നിട്ടുണ്ട്, പോയതോ പോയി, ഇനിയുള്ളതെങ്കിലും രക്ഷപ്പെടണമെന്ന് ആ അച്ഛൻ കരുതി കാണും. ACPയോട് മത്സരിച്ചിട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിക്കാണും. പല്ലവി പറയും ഇയാളെ ഇങ്ങനെ കയറി ഊരി വിട്ടാല് അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമല്ലേ മാഡം. ശാലിനി പറയും അനു ചന്ദ്രബോസ് ഒരു പക്ക ക്രിമിനലാണ്, അയാൾക്ക് അങ്ങനെ ജീവിക്കാനാകൂ. അയാളുടെ കൂടെ മധുശ്രീയും കൂടെ കൂടി അവർക്കിവിടെ എന്തും ചെയ്യാവുന്നതായി. ഒന്നെങ്കിൽ ഇവരെ നിയമത്തിന്റെ പിൻബലത്തില് പൂട്ടണം, അല്ലെങ്കിൽ ഇവർ തന്നെ എല്ലാം സ്വയം വെച്ചൊഴിയണം. അങ്ങനെ സ്വയം എല്ലാം വെച്ചൊഴിയാൻ ഒരാളും തയ്യാറാവില്ലല്ലോ, പ്രത്യേകിച്ച് അധികാരത്തിന്റെ ഗർവിൽ നിൽക്കുന്ന ഇവരെ പോലുള്ളവന്മാർ. പലവരും മറ്റുള്ളവർക്ക് നാശം വിധിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് ആരും പറയില്ലല്ലോ മാഡം. നാട്ടുകാർക്ക് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കൾ നമ്മൾ എന്താ ചെയ്യാ? ശാലിനി പറയും അതിനും പറഞ്ഞു വരുന്നില്ലേ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. ശരിക്കും പറഞ്ഞത് കറക്റ്റാണ്, ബിവെയർ ഓഫ് ഡോഗ് എന്നല്ല പറയേണ്ടത്, ബിവെയർ ഓഫ് ചന്ദ്രബോസ് അങ്ങനെ തന്നെ പറയണം. അത്രയ്ക്ക് പ്രശ്നക്കാരനാണ് അയാളെ, പൊതുശത്രു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് അവരോടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തുള്ളത് കാർത്തികയെ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്നിട്ട് അവിടുന്ന് മാറ്റാണ്. കൈയൊക്കെ കിട്ടി വാക്ക് ഇങ്ങനെ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക, എന്നിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. രണ്ട് സൈഡിലും രണ്ട് ഗുണ്ടകളുണ്ട്. അങ്ങനെ കാർ ഇങ്ങനെ പോകുമ്പോ ട്രാഫിക്കിൽ കുടുങ്ങും. അങ്ങനെ കുടുങ്ങുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെ ഒരു സ്കൂട്ടി വന്ന് നിർത്തുന്നുണ്ട്. ആ സ്കൂട്ടിയിലുള്ളത് അന്ന് പല്ലവി കാർത്തികയുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ ബോയെ പറഞ്ഞയച്ചില്ലായിരുന്നോ, ആ ചെക്കനാണ്. കാർത്തിക അവനെ കാണുമ്പോ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എങ്കിലും അവൻ പെട്ടെന്ന് കാണുന്നില്ല. ഒരുപാട് സമയം കാർത്തിക കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കുക. ഈ സമയം ഗുണ്ടകൾ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് സമയമായതുകൊണ്ട് കാർത്തിക ചെയ്യുന്നൊന്നും കാണുന്നില്ല. അങ്ങനെ സിഗ്നൽ വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഈ ചെറുക്കനെ ആ കൊറിയർ ബോയ് കാർത്തികയെ കാണുന്നത്. കാർത്തികയെ കാണുമ്പോ തന്നെ അവൻ ഞെട്ടും. അപ്പൊ തന്നെ സിഗ്നൽ വന്നത് കാരണം വണ്ടി പോകുമ്പോ ഈ ചെറുക്കൻ സ്കൂട്ടി ആ കാറിന് പിന്നാലെ വിടും. അങ്ങനെ ഒരുപാട് ദൂരം പോകുന്ന സമയത്ത് ഇയാള് സ്കൂട്ടിയിൽ ഇരുന്ന് തന്നെ ഫോൺ എടുത്ത് അനുപല്ലവിയെ വിളിക്കുക. ആ പ്രകാശ് പറഞ്ഞോളൂ അനുവാണ്. ഒരു കാറിൽ കുറച്ച് ആൾക്കാര് കാർത്തികയെ കൊണ്ട് എങ്ങോട്ട് പോവാണ് മാഡം. അത് കേൾക്കുമ്പോ തന്നെ പല്ലവി ഞെട്ടും. എന്ന് ചോദിക്കുമ്പോ ശാലിനിയും ശ്രദ്ധിക്ക. പല്ലവി പറയും ഞാനൊന്ന് സ്പീക്കറിൽ ഇട്ടോട്ടെ ഒരു മിനിറ്റ്. അങ്ങനെ സ്പീക്കറിലിട്ടതിന് ശേഷം പറയും പറഞ്ഞോളൂ പ്രകാശ്. അവരുടെ രീതികളും മറ്റും കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ളതുപോലെ, കാർത്തിക എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു മാഡം. ശാലിനി അങ്ങ് ഞെട്ടിപ്പോകും. പല്ലവി പറയും എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ എടുത്താ. നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടോ ആ കാറ്? പ്രകാശ് പറയും ഉണ്ടുണ്ട്, കാറിന് ഞാൻ ഫോളോ ചെയ്യണം മാഡം, എന്റെ മുന്നിൽ തന്നെ ഉണ്ട് കാറ്. അങ്ങനെ പല്ലവിക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് പല്ലവി പറയും ഞങ്ങൾ അങ്ങോട്ട് തന്നെയാ വരുന്നത്, ഒരു കാരണവശാലും ആ വണ്ടി കൺമുന്നിൽ നിന്ന് മിസ്സാവരുത്, അവളുടെ ജീവൻ തന്നെ അപകടത്തിലാ. പ്രകാശ് പറയും ഇല്ല ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട് മാഡം. ശാലിനി പറയും മനസ്സിലായി രമേട്ടാ, ഒന്ന് വേഗം.
അങ്ങനെ രാമേട്ടൻ മാക്സിമം സ്പീഡിൽ അങ്ങോട്ട് പോവാ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് കാർത്തിക ഇങ്ങനെ ഗുണ്ടകൾ ഇങ്ങനെ നോക്കുമ്പോഴും അവര് ഫോണിലാണ്. കാർത്തിക മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ കാർത്തിക ഉറങ്ങുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരി കിടക്കും. അങ്ങനെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു സ്ഥലത്തെത്തുമ്പോ ഒരു കരിക്കിന്റെ കട കാണുക. കാറിലിരിക്കുന്ന ഗുണ്ട പറയും നമുക്കൊരു കരിക്ക് വെട്ടിക്കുടിച്ചാലോ. അല്ലണ്ണ ഇവള്. അപ്പൊ ഒരാൾ നോക്കിയിട്ട് പറയും അവൾ ഇറങ്ങി, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് എല്ലാരും കാറിന്ന് ഇറങ്ങും. ഈ സ്കൂട്ടിക്കാരൻ അപ്പോഴും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ കുറച്ച് മാറിയിട്ട് വണ്ടി നിർത്തണേ. സ്കൂട്ടി നിർത്തിയിട്ട് അപ്പൊ തന്നെ പല്ലവിയെ വിളിക്കും. ഇതേ സമയം കാർത്തിക പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലാരും കാറിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാർത്തിക കയ്യിലേക്ക് കെട്ടൊക്കെ അഴിക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ പല്ലവിയെ വിളിച്ചിട്ട് അവരവിടെ വണ്ടി നിർത്തിയ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഫോണ് വാങ്ങിച്ച് ശാലിനി എന്തൊക്കെയോ നിർദ്ദേശങ്ങള് ആ പ്രകാശിന് പറഞ്ഞു കൊടുക്കുക. ശേഷം ഫോൺ കോൾ കട്ട് ചെയ്യും. കാർത്തികയാണെങ്കിൽ കൈ അഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കെട്ട് അഴിക്കാൻ പറ്റുന്നില്ല. കാർത്തിക ഉറക്കാണെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഗുണ്ടകൾ പിന്നെ കാറിലേക്ക് നോക്കുന്നില്ല. അങ്ങനെ ശാലിനിയും ടീമും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. കാർത്തിക ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒടുവിലെ കൈ അഴിക്കാൻ പറ്റും. അങ്ങനെ ആ കയറ് കെട്ട് അഴിച്ചു കഴിഞ്ഞാല് വേഗം വായില് പ്ലാസ്റ്റർ ഒഴിക്കുക. എന്നിട്ട് കാറിന്റെ ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ ബാക്കോട്ട് ഓടാതെ മുന്നോട്ട് കണ്ട വഴിയിലൂടെ അങ്ങ് ഓടും. ഇത് ആ സ്കൂട്ടിക്കാരൻ കാണുന്നുണ്ട്. അങ്ങനെ കാർത്തിക് ഓടിപ്പോകുന്നത് കാണുന്ന ഗുണ്ടകളെ കയ്യിലുണ്ടായിരുന്ന കരിക്കൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ് നിക്കടി എവിടെയെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുകയാണ്. അപ്പോഴേക്കും ശാലിനിയുടെ കാർ അങ്ങോട്ടെത്തും. എവിടെ എന്ന് നോക്കുമ്പോ പ്രകാശ് പറയും കാർത്തിക കാറിന് ഇറങ്ങി ഓടി. പിന്നാലെ ആ ഗുണ്ടകളും ദാ അങ്ങോട്ടാ ഓടിയത്, ദാ ആ വഴി. അതിൽ ശാലിനി പറയും വന്നേ എന്ന് പറഞ്ഞ് പിന്നൊന്നും നോക്കാതെ ശാലിനിയും പല്ലവിയും പിന്നാലെ ഓടി പോവാണേ. രാമേട്ടൻ ചോദിക്കും ആ വഴി തന്നെയല്ലേ പോയത്? അതേന്നെ. അപ്പോ രാമേട്ടനും അങ്ങോട്ട് തന്നെ ഓടിപ്പോകും. അങ്ങനെ കാർത്തിക് ഓടി ഓടി ഒരടഞ്ഞു കിടക്കുന്ന എന്തോ ഒരു ഷെഡിന്റെ അകത്ത് കയറുകയാണേ. ഈ സമയത്ത് ആ ഗുണ്ടകൾ കറക്റ്റ് അവിടെ തന്നെ എത്തിയിട്ട് ചുറ്റും നോക്കും. അവൾ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. ഇനി അവളെ ജീവനോടെ വിട്ടാൽ അത് നമ്മുടെ ജീവൻ ആപത്താ. ഇത് കേൾക്കുമ്പോ കാർത്തിക് ഒന്നുകൂടെ ടെൻഷനാവും. അവരുടെ കയ്യിലൊക്കെ ഗണ്ണുണ്ട്. അങ്ങനെ അവന്മാരെല്ലാവരും കൂടി ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് നോക്കാനായിട്ട് പോവാണേ. ഒരാള് കറക്റ്റ് കാർത്തിക നിൽക്കുന്ന ആ റൂമിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും. കാർത്തിക് കാണുന്നില്ലല്ലോ. ഇതേസമയം തെരഞ്ഞ് ശാലിനിയും പല്ലവിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളെല്ലാം വീണ്ടും അവിടെ തന്നെ വന്ന് കൂടി നിന്ന് ചുറ്റിലും നോക്കുകയാണേ. ശാലിനിയും പല്ലവിയും എവിടേക്കാ ഓടേണ്ടതെന്ന് അറിയാണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിലും നോക്കി നിൽക്കുകയാണേ. അതൊരു റോഡൊന്നുമല്ല, ഒരു പ്രദേശം. അങ്ങനെ ഒടുവില് കാർത്തിക ഒരുപാട് സമയം അവിടെ നിന്ന് പതിയെ ഡോറ് തുറന്ന് നോക്കുമ്പോ ആരെയും കാണാതാവുമ്പോ ഇറങ്ങി ഓടും. അങ്ങനെ ഇറങ്ങി ഓടുമ്പോ ഒരാള് കാർത്തികയെ കാണണേ. ദാ അവളെ ഓടുന്നേ. അപ്പൊ ഗുണ്ടകളെല്ലാവരും കൂടെ ഉച്ചത്തിൽ വിളിക്കും ഡി നിക്കടി അവളെ എന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് കാർത്തിക് നേരെ ഓടരുത് എന്ന് പറയുമ്പോ കാർത്തിക വീണ്ടും ഓടാൻ തുടങ്ങുക. എന്നാ അയാളെ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും. അത് കാർത്തികയുടെ കയ്യിലാണ് തട്ടുന്നത്. കാർത്തിക ഉച്ചത്തില് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശാലിനിയും പല്ലവിയും കേൾക്കും. ഷൂട്ട് ചെയ്ത ശബ്ദമല്ലേ കേട്ടത്? പല്ലവി പറയും അതെ മാഡം. അങ്ങനെ അവരെ ആ ശബ്ദം കേട്ടടുത്തേക്ക് ഓടി പോവാണേ. അപ്പോഴേക്കും കാർത്തിക നിന്നടുത്തുനിന്ന് വേദന കൊണ്ട് തിരിഞ്ഞുമ്പോഴേക്കും ഒരു കല്ല് തട്ടിയിട്ട് കാർത്തിക താഴേക്ക് വീഴണേ. താഴേന്ന് പറിച്ചാലേ ഒരു കിണറ്റിലേക്ക്. ഗുണ്ടകൾ ഇങ്ങനെ ചുറ്റും നിന്ന് കിണറ്റിലേക്ക് നോക്കുക. അപ്പോഴേക്കും ശാലിനിയും പല്ലവിയും അങ്ങോട്ട് വരും. അവരെ കാണുമ്പോ ഗുണ്ടകൾ പറയും അവള് വെടികൊണ്ട് കിണറ്റിൽ വീണു, വാ നമുക്ക് രക്ഷപ്പെടാം. അപ്പോഴേക്കും ശാലിനിയും പല്ലവിയും വന്ന് ഇവരെങ്ങനെ ഞെട്ടിലോടെ നോക്കുക. അപ്പോഴേക്കും ഒരാളെ വീണ്ടും കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കും. നോക്കണ്ട വാ എന്ന് പറഞ്ഞിട്ട് അവര് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാ. അങ്ങനെ അവന്മാർ ഓടിപ്പോകുന്നത് കാണുന്ന ശാലിനിയും പല്ലവിയും വേഗം അവർ നിന്നിടത്തേക്ക് ചെല്ലണേ. എന്നാ കിണറ്റിലേക്ക് നോക്കുന്നില്ല. അവരിങ്ങനെ ചുറ്റിലും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത്. എന്തായാലും ശാലിനിക്ക് കാർത്തിക ആ കിണറ്റിൽ വീണെന്ന് എന്തായാലും മനസ്സിലാകും. ശാലിനി വെറുതെങ്കിലും അങ്ങോട്ട് നോക്കുമ്പോ വെള്ളം ഇളകുന്നതൊക്കെ കാണാലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്